അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനെ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയോടെ ജീവിക്കുവാനും അവന്റെ പൊരുത്തത്തോടെ മരണപ്പെടുവാനുമുള്ള വലിയ തൗഫീഖ് അള്ളാഹു നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. അൽഹംദുലില്ലാ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കലണ്ടർ അനുസരിച്ച്, ലോക കലണ്ടർ അനുസരിച്ച്, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഇന്ന് ജനുവരി 1 ന്യൂ ഇയർ ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു പുതുവർഷം നമ്മിലേക്ക് സമാഗതമാകുന്ന ഏറ്റവും വലിയ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ നാടുകളിൽ, വിവിധ ടൗണുകളിൽ ഒരുപാട് ഹറാമുകൾ നടക്കുന്ന, അല്ലെങ്കിൽ ഇന്നലത്തെ രാത്രിയിൽ നടന്നുപോയ, ഇനി അങ്ങോട്ട് നടക്കുന്ന, ഇന്നത്തെ പകലിലും രാത്രിയിലുമൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു രാവും കൂടിയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷം എന്നത് മുഹറം മാസമാണ്. എന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ജനുവരി ഒരു പുതുമാസമല്ല, ഒരു പുതുവർഷമല്ല. നമുക്കെല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് അടുക്കാൻ കിട്ടുന്ന ഒരു വഴിയായി, മാർഗമായി നമ്മൾ കാണേണ്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് ചോദിച്ച, സ്വഹാബ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലു അലം. അള്ളാഹിന്റെ റസൂലെ, അല്ലാഹു റസൂലും ഏറ്റവും അറിയുന്നവനാണ്. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം പാപം ചെയ്തവരെയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, പാപം ചെയ്യരുത് 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 എന്ന് പറഞ്ഞിട്ട് പാപം ചെയ്തവരെ അള്ളാഹിന് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അങ്ങനെ പാപം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണോ? അതിനു വേണ്ടിയുള്ള ഒരു പ്രേരണയാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുകയും അത് തെറ്റാണെന്ന് തിരിച്ചറിയുകയും ആ തെറ്റിൽ നിന്നും മാറുകയും ചെയ്ത പാപിയുണ്ടല്ലോ, ആ തെറ്റ് ചെയ്തവനുണ്ടല്ലോ, അവനോട് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് അധരവയം ചെയ്യാത്ത, തമാശയ്ക്ക് പോലും അധരവയം ചെയ്യാത്ത നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ മനുഷ്യരാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യരെ ബലഹീനരായി സൃഷ്ടിക്കപ്പെട്ടു. പരിശുദ്ധമായ ഖുർആൻ. പാപങ്ങളൊക്കെ വരാം. ആ ചെയ്തു പോയ പാപങ്ങളെ തിരുത്താനാകണം ഈ പരിശുദ്ധമായ ന്യൂ ഇയർ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ, പുതിയൊരു വർഷം നമ്മിലേക്ക് സമാഗതം ശ്രദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം, ഹാസിബു ഖബല അൻ തുഹാസബു. വിചാരണ വരുന്നതിന് മുമ്പ് നമ്മൾ വിചാരണ ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു വിചാരണ ഉണ്ട്, നമുക്കതിൽ പേടിയില്ല. ഖുർആൻ പറഞ്ഞെന്താ? വിചാരണ അടുത്തിരിക്കുന്നു, ജനങ്ങളെല്ലാം അശ്രദ്ധരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അശ്രദ്ധരാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായ റജബിന്റെ സുന്ദരമായ നിമിഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഒരു ന്യൂ ഇയർ നമ്മിലേക്ക് സമ്മതമാകുമ്പോൾ, നമ്മൾ അടിച്ചു പൊളിക്കലല്ല, പിന്നെയോ തെറ്റുകൾ തിരുത്തി നല്ല നിലയിൽ മുന്നോട്ട് പോകലാണ് വിശ്വാസി ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള സഞ്ചാരത്തെ നമ്മൾ കാണണം. ഇപ്പൊ വാഹനം ഓടിക്കുന്ന ഡ്രൈവറിന്റെ മുന്നിൽ ഒരു വലിയ ഗ്ലാസ് ഉണ്ടാവും, അല്ലെ? ഫ്രണ്ട് മിറർ, ഫ്രണ്ട് ഗ്ലാസ്. അത് മാത്രമല്ല ഡ്രൈവർ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെയോ അവന്റെ വലതുഭാഗത്തൊരു ഗ്ലാസ് ഉണ്ടാകും, ഇടതുഭാഗത്തൊരു ഗ്ലാസ് ഉണ്ടാകും, അവന്റെ വലിയ ഗ്ലാസിന്റെ മുകളിലായി ഒരു ചെറിയ ഗ്ലാസ് ഉണ്ടാകും. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ അവൻ ശ്രദ്ധിക്കേണ്ട, ശ്രദ്ധ ചെലുത്തേണ്ടവനാണ് ഡ്രൈവർ. അതാണ് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റി. അവന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുന്നിലൂടെയും പിന്നിലൂടെയും വരുന്ന ശപിക്കപ്പെട്ടവനായ പിശാചിന്റെ ദുർബോധനങ്ങളെ, കുതന്ത്രങ്ങളെയെല്ലാം നോക്കിയും കണ്ടും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അവനാണ് വിജയിച്ചത്. ഖദഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസി വിജയിച്ചവനെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഒരു പുതുവർഷം കടന്നു വരുമ്പോൾ ഒരായുസ് കൂടി കിട്ടിയെന്നല്ല, ഒരു വയസ്സ് കൂടി കിട്ടിയെന്നല്ല, ഒരു ഹാപ്പി ന്യൂ ഇയർ കിട്ടിയെന്നല്ല, പിന്നെയോ ആയുസ്സിൽ ഒരു വർഷം കുറഞ്ഞു എന്നും ഖബറിലേക്ക് ഒരല്പം കൂടി നമ്മൾ അടുത്തു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഖബറിലേക്ക് നമ്മൾ ഒന്നുകൂടി അടുത്തു, ജീവിതം നമ്മിലേക്ക് ഒന്ന് അകന്നു, ഖബർ നമ്മിലേക്ക് അടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, തൗബ ചെയ്യുക. ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് തൗബ. നിബിതങ്ങൾ ഒരു തെറ്റ് പോലും ചിന്തിച്ചിട്ടില്ല. ആ നിബിതങ്ങൾ 100 കണക്കിന് തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പകൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാർ, സഹോദരങ്ങൾ, യൂട്യൂബ് തുറന്നാൽ ഹറാമുകളാണ്, ഇല്ലേ? നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരുപാട് തെറ്റുകൾ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റുകൾ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തു. അതിൽ നിന്നല്ല ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഈ വർഷത്തെ ഒരു പുതിയ തീരുമാനം, ഒരു പുതുവർഷം, ഇംഗ്ലീഷ് കണക്കനുസരിച്ച് ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ
ഞാൻ ചൊല്ലും എന്ന് ഉറപ്പിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഉറപ്പുള്ളവർ ഒന്ന് കമന്റ് ചെയ്ത് ഉസ്താദെ ഒരു ദിവസം ഞാൻ 100 ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരാണ്, എന്നാലും നീയത്തൊന്ന് പുതുക്കിക്കോളി ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലും എന്നെല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് അള്ളാഹു പറയുന്നവർക്ക് കലിമ പറഞ്ഞ് മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും നമ്മളോടൊപ്പം ഇല്ല, മരണപ്പെട്ടു. അൽഹംദുലില്ലാ നമുക്ക് അല്ലാഹു ആഫിയത്ത് തന്നു. പല ആളുകളും ഇന്ന് വെന്റിലേറ്ററിലാണ്, അള്ളാഹു നമുക്ക് ഒരു കുഴപ്പവും തന്നില്ല അൽഹംദുലില്ലാ. പല ആളുകളും ഡയാലിസിസ് ചെയ്യുന്നു, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം തന്നിട്ടില്ല അൽഹംദുലില്ലാ. പല ആളുകളും ക്യാൻസർ പേഷ്യന്റുകളാണ്, നഊദു ബില്ലാ, അള്ളാഹു നമ്മെ കാക്കട്ടെ അൽഹംദുലില്ലാ. നമുക്ക് അങ്ങനെ തന്നിട്ടില്ല. ചെയ്തു പോയ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി അഫലാ അനകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് നബി തങ്ങൾ ചോദിച്ചതുപോലെ നമ്മൾ നന്ദിയുള്ള അടിമകളായി അള്ളാഹുവിലേക്ക് ഹംദ് തിന്നു കഴിഞ്ഞാൽ മാത്രം ഹംദ് പറഞ്ഞാൽ പോരാ, കുടിച്ചു കഴിഞ്ഞാൽ മാത്രം ഹംദ് പറഞ്ഞാൽ പോരാ. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ഹംദ് പറയുന്നവരാകാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഉന്നതിയാണ്, വിജയമാണ് എന്ന് മറന്നു പോകാൻ പാടില്ല. ഒരു പുതുവർഷത്തിന്റെ സന്ദേശമായി നമ്മൾ എന്ത് ചെയ്യുക? ഹംദുകൾ നന്ദിയുള്ളവരാവുക, സുജൂദ് അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക, ഹംദ് അധികരിപ്പിക്കുക. അതോടൊപ്പം നമ്മളൊരു പുതുവർഷം നമ്മിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇന്ന് ജനുവരി 1 2026 ജനുവരി 1 നമ്മളൊരു പുതിയ തീരുമാനം എടുക്കണം ഇൻഷാ അല്ലാഹ്. ഒരൊറ്റ പ്രതിജ്ഞ, പടച്ചവനെ സൽക്കർമ്മങ്ങളിൽ എനിക്ക് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല മുന്നേറാൻ കഴിയണം. റജബും കൂടിയാണ്, റജബുള്ള മാസത്തിലാണ് ഇപ്പൊ ന്യൂ ഇയർ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ എന്തുകൊണ്ടും അഭികാമ്യമാണ്. ഒരൊറ്റ വക്കത്ത് ഞാൻ ഖളാ ആക്കൂല, ഒരൊറ്റ വക്കത്ത് ഞാൻ ഖളാ ആക്കൂല, നിസ്കരിക്കുമെന്നല്ല, ഒരൊറ്റ വക്കത്ത് ഞാൻ ഖളാ ആക്കൂല. അതോടൊപ്പം പരിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഞാൻ പാരായണം ചെയ്തിരിക്കും എന്ന് നിയത്ത് വെക്കിൻ. അതോടൊപ്പം ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന് നിയത്ത് വെക്കിൻ. ഒരു ദിവസം 1 രൂപയെങ്കിലും സ്വതക്ക കൊടുക്കും എന്ന് നിയത്ത് വെക്കിൻ. കഴിയുന്നവർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരാൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കും എന്ന് നിയത്ത് വെക്കിൻ. അതോടൊപ്പം നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരായി, പിണക്കങ്ങളൊക്കെ മാറ്റുന്നവരായി, നല്ല സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാൻ കഴിഞ്ഞാൽ മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ സൽക്കർമ്മത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ ചിന്തിക്കും ഉസ്താദെ നിസ്കാരമൊക്കെ കൃത്യമാണ്, റാഹത്ത് തന്നെ, ഖുർആൻ ഓതും അതും റാഹത്ത് തന്നെ, എല്ലാ ദിവസവും യാസീനും മുൽക്കും അതൊക്കെ ഓതും, ശരി തന്നെ. റബ്ബ് സ്വീകരിച്ചെന്നും ഉറപ്പുണ്ട്. പരിശുദ്ധമായ കഅബാലയം പുതുക്കി പണിഞ്ഞിട്ട് മകനാകുന്ന ഇസ്മായിൽ നബിയും വാപ്പയാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടുപേരും ദുആ ചെയ്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ ഇത് സ്വീകരിക്കണേ എന്നാണ്. കഅബ പുതുക്കി പണിഞ്ഞിട്ട് പോലും അവരുടെ ആദി, അവരുടെ ആകുലത, അവരുടെ വ്യാധി, അവരുടെ സങ്കടം, അവരുടെ സന്ദേശം, അവരുടെ സന്ദേഹം എന്താണ്? പടച്ചവനെ സ്വീകരിക്കണേ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ വിശാലമായി പറയണില്ല, ചുരുങ്ങിയ സമയം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഈ ഒരു വർഷം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നറിയില്ല. കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയത് അള്ളാഹിന്റെ വലിയ തൗഫീഖാണ് അൽഹംദുലില്ലാ. ഈ വർഷം നമ്മൾ നന്മയായി റജബ് എന്ന മാസം സഞ്ചരിക്കുന്നു. 2ാമത്തെ 10ലേക്ക് നമ്മൾ കടന്നു, ശഅബാൻ കടന്നു വരുന്നു, പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നു. പുതുവർഷങ്ങളും നല്ല മാസങ്ങളും ഒക്കെയായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, പ്രിയമുള്ള വാപ്പമാരെ, പാഴാക്കാനില്ല. പിന്നെ നമ്മൾ വിരൽ കടിച്ചിട്ട് കാര്യമില്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ബുദ്ധിമാനാണ് സത്യവിശ്വാസി, യഥാർത്ഥ ബുദ്ധിമാനാണ്. കഴിഞ്ഞ വർഷമുണ്ടായ പാളിച്ചകൾ, കഴിഞ്ഞ വർഷമുണ്ടായ തെറ്റുകൾ, കഴിഞ്ഞ വർഷമുണ്ടായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും പറഞ്ഞ പിഴവുകൾ എഴുതി വെക്കുമായിരുന്നു. നാവ് കൊണ്ട് പറഞ്ഞ തെറ്റുകൾ എഴുതി വെക്കും, ഇവിടെ പിറ്റേ ദിവസം അത് വരാതെ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ അത് കുറച്ച് കൊണ്ടുവരുമായിരുന്നു എന്നാണ്. അവരൊന്നും പിഴവ് പറഞ്ഞിട്ടില്ല, എന്നാലും എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം എഴുതി വെക്കണം, നമ്മൾ തയ്യാറാക്കണം, നമ്മൾ ലിസ്റ്റുകൾ തയ്യാറാക്കണം. ഒരു ദിവസം നമ്മൾ കിടക്കാൻ നേരത്ത് വന്നിട്ട് ആലോചിക്കണം, പടച്ചവനെ ഇന്ന കാര്യങ്ങൾ ചെയ്തു, നാളെ അത് ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, നാളെ അത് പറയാൻ പാടില്ല. 10 എണ്ണം പറയും, നാളെ ഒരു 8 എണ്ണമായി കുറയും, അത് പിറ്റേന്ന് 7 എണ്ണമാകും. അങ്ങനെ ഒറ്റയടിക്ക് കുറയ്ക്കാൻ ഒന്നിനെ കൊണ്ടും പറ്റൂല. പരിശുദ്ധമായ ഇസ്ലാം കള്ള് നിരോധിച്ചത് നാളെ തൊട്ട് കുടിക്കാൻ പാടില്ല എന്നുള്ളതല്ല, കുടിക്കാൻ പാടില്ല എന്നല്ല, അല്പാൽപമായിട്ട് കുറച്ചു കൊണ്ടുവന്നു. അതുപോലെ ദീനുൽ ഇസ്ലാം ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരാൾക്ക് എടുപിടിന്ന് നന്നാകാനൊന്നും പറ്റൂല. നമ്മൾ അല്പാൽപമായി ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിഞ്ഞാൽ വജബത് ലഹുൽ ജന്ന, സ്വർഗ്ഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഈ ഒരു പുതുവർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വെറുതെ ഹാപ്പി ന്യൂ ഇയർ മൊബൈലിലൂടെ സ്റ്റിക്കർ അയച്ച് വെറുതെ സമയം കളഞ്ഞ് അതിലൊന്നും ഒരു സന്ദേശം, ഒരു ഇസ്ലാം ദീനുമില്ല, ഒരു ദീനും അങ്ങനെ പറയണില്ല. നമ്മുടെ പുതുവർഷം മുഹറമാണ് എന്ന് കരുതി എൻ്റെ പ്രിയമുള്ളവരെ മതം ന്യൂ ഇയർ ഇസ്ലാമിനെതിരാണ് എന്നൊന്നുമില്ല. അത് രാജ്യത്ത് താമസിക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ നടന്നു പോയിക്കൊള്ളട്ടെ. നമ്മൾ വിശ്വാസികളോടാണ് പറയുന്നത്, അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുന്ന മാർഗമായി, വഴിയായി ഈ ന്യൂ ഇയറിനെ നമ്മൾ കണ്ടെത്തുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ
അല്ലാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്ന ആത്മീയ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ്. അല്ലാഹു സ്വീകരിക്കുമാറുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ അവരുടെ ആവലാതികൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും മറുപടി പറയാനുള്ള സൗകര്യങ്ങളും സമയങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളും ദുആ ചെയ്യണം. പരസ്പരം ദുആ ചെയ്യുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ, സ്വർഗ്ഗത്തിലെ അഹ്ലുകാർ എന്ന് കൂട്ടുകാരെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.